നോക്കാം. ഇന്ത്യയിൽ NDA മുന്നണി 255 എടുത്ത് മുന്നിട്ട് നിൽക്കുന്നു. ഇന്ത്യ മുന്നണി 240 എടുത്ത് മുന്നിട്ട് നിൽക്കുന്നു. കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ NDAയ്ക്കും BJP സഖ്യത്തിനും ആയിട്ടില്ല. 24 ഇടത്താണ് മറ്റുള്ളവർ മുന്നിട്ട് നിൽക്കുന്നത്. അത് വളരെ പ്രത്യേകതയുണ്ട് ഈ സാഹചര്യത്തിൽ എന്നുള്ളതാണ്. തൂക്ക് മന്ത്രിസഭയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യതയോ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. 24 എടുത്ത് മറ്റുള്ളവരുണ്ട്. അതൊരു പക്ഷേ എങ്ങോട്ട് പോകുന്നുള്ളതാണ്. കുതിരക്കച്ചവടത്തിനൊക്കെ സാധ്യമാകുന്നു എന്നാണ് ഏറ്റവും പുതിയ വിലയിരുത്തലായി പറയുന്നത്. പക്ഷേ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിസൾട്ടുകൾ നമുക്ക് രാജ്യത്തോട് ജനങ്ങളോട് മാവേലിക്കരയിൽ C അരുൺകുമാർ മുന്നിട്ട് നിൽക്കുന്നു. തിരുവനന്തപുരത്ത് UDF മുന്നിട്ട് നിൽക്കുന്നു. ആറ്റിങ്ങലിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. കൊല്ലത്ത് NK പ്രേമേന്ദ്രൻ വലിയൊരു മുന്നേറ്റം അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി പിന്നോട്ട് പോകുന്നില്ല, മുന്നിട്ട് നിൽക്കുന്നു. മാവേലിക്കരയിൽ കൃത്യമായ നേട്ടം, അവിടെ വലിയൊരു മുന്നേറ്റം C അരുൺകുമാർ നേടിയെടുക്കുന്നു. 788 വോട്ടുകൾക്കാണ് അവിടെ മുന്നിൽ. അവിടെ കൊടിക്കുന്നിലിന് അടിപതറുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. നോക്കുകയാണെങ്കിൽ കോട്ടയം നോക്കുകയാണെങ്കിൽ ഫ്രാൻസിസ് ജോർജ് വ്യക്തമായ മേൽക്കൈ നേടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷം 12,000 കടന്നിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലീഡ് 12,000 കടന്നിരിക്കുന്നതെന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എറണാകുളത്ത് ഹൈബി ഈഡൻ പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ ഹൈബി മുന്നോട്ട് പോയിരിക്കുന്നു. ഹൈബി വലിയൊരു രീതിയിൽ തന്നെ ഹൈബിയുടെ ലീഡ് ഉയർന്നത് തന്നെയാണ്. വയനാട്ടിൽ 20,000 കടന്നിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ലീഡ് നില എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ വടകരയിൽ 10,000-നോട് അടുക്കുന്നു എന്നതാണ് വടകരയിലെ ചിത്രം നോക്കുകയാണെങ്കിൽ ഉള്ളത്. മലപ്പുറവും പൊന്നാനിയും മാറി ചിന്തിക്കുന്നില്ല. അവിടെ ലീഗിന്റെ കോട്ടയാണ്, ലീഗ് തന്നെ. അവിടെ UDF മുന്നിട്ട് നിൽക്കുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. പാലക്കാട് VK ശ്രീകണ്ഠൻ നിൽക്കുന്നു. അതേസമയം ആലത്തൂർ മാറി ചിന്തിച്ചിരിക്കുന്നു. ആ സൂചനയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ K രാധാകൃഷ്ണൻ വലിയ രീതിയിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്നു എന്നത് തന്നെയാണ് ആ ചിത്രം വ്യക്തമാക്കുന്നത്. എന്തായാലും വ്യക്തമായ രീതിയിൽ